നമസ്കാരം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഭൂമിയുടെ തരംമാറ്റത്തിനായി സമർപ്പിക്കുന്ന അപേക്ഷകളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏജൻസി പകർപ്പവകാശ നിയമം ലംഘിച്ച് കോടികൾ തട്ടിയെടുക്കുന്നതായി പരാതി. ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ അഥവാ KSRECക്കെതിരെയാണ് തൃശൂർ വേലുപ്പാടം സ്വദേശി TN മുകുന്ദൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. വിഷയത്തിന്റെ അതീവ ഗൗരവം കണക്കിലെടുത്ത് ചീഫ് സെക്രട്ടറിക്ക് പുറമെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും തലവന്മാർക്കും കൂടി പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി സമർപ്പിക്കുന്ന ഫോം 5 അപേക്ഷകളിൽ ഭൂമിയുടെ 2008 അവസ്ഥ മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിക്കുന്നത്. ഇതിനായി ഓരോ അപേക്ഷകനിൽ നിന്നും നിലവിൽ 2200 രൂപ വീതമാണ് സർക്കാർ ട്രഷറി വഴി ഫീസായി ഈടാക്കുന്നത്. ഇത്തരത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കി നൽകുന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾക്കായി ഗൂഗിൾ എർത്ത് ചിത്രങ്ങളോ ഡാറ്റയോ ഉപയോഗിക്കണമെങ്കിൽ പ്രത്യേക വാണിജ്യ ലൈസൻസ് ആവശ്യമാണ്. വ്യക്തിഗത ആവശ്യങ്ങൾക്കോ ഗവേഷണങ്ങൾക്കോ ഗൂഗിൾ എർത്ത് സൗജന്യമായി ഉപയോഗിക്കാമെങ്കിലും ഇവ ഉപയോഗിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി പൊതുജനങ്ങളിൽ നിന്ന് പണം ഈടാക്കുന്നത് ഗൂഗിളിന്റെ സേവന വ്യവസ്ഥകളുടെയും ഇന്ത്യൻ പകർപ്പവകാശ നിയമത്തിന്റെയും കടുത്ത ലംഘനമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. വിവരാവകാശ രേഖകൾ പ്രകാരം 2016-2017 മുതൽ ഇതുവരെ 51,000-ലധികം അപേക്ഷകരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ളത്. ഗൂഗിൾ എർത്ത് എന്നത് ആർക്കും എടുത്ത് ഉപയോഗിക്കാവുന്ന ഒന്നല്ല. അത് ഗൂഗിൾ കമ്പനിയുടെ സ്വന്തം അധികാരത്തിലുള്ള സംവിധാനമാണ്. ഉപഗ്രഹ ചിത്രങ്ങളും ഭൂപടങ്ങളും ഇന്ത്യൻ പകർപ്പവകാശ നിയമം 1987 സെക്ഷൻ 2C പ്രകാരം കലാപരമായ സൃഷ്ടികളുടെ പരിധിയിൽ വരുന്നതുകൊണ്ട് അവയ്ക്ക് പകർപ്പവകാശ സംരക്ഷണമുണ്ട്. ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ഗൂഗിളിനും ഡിജിറ്റൽ ഗ്ലോബ്, മാക്സർ, എയർബസ് തുടങ്ങിയ കമ്പനികൾക്കുമാണ്. അനുമതിയില്ലാതെ പണം വാങ്ങി നൽകുന്ന റിപ്പോർട്ടുകളിൽ ഇവ ഉപയോഗിക്കുന്നത് പകർപ്പവകാശ നിയമത്തിലെ സെക്ഷൻ 51 നേരിട്ടുള്ള ലംഘനമാണ്. കൂടാതെ ഗൂഗിൾ എർത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കുന്ന നിബന്ധനകൾ ഒരു ഡിജിറ്റൽ കരാർ ആയതുകൊണ്ട് അത് ലംഘിക്കുന്നത് ഇന്ത്യൻ കരാർ നിയമം 1872 പ്രകാരം തെറ്റാണ്. ഉടമസ്ഥരുടെ അനുവാദമില്ലാതെ ഇത്തരം വിവരങ്ങൾ ലാഭത്തിനു വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്നത് IT ആക്ടിലെ സെക്ഷൻ 43, 66B പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഇതിനു പുറമെ സംസ്ഥാനത്തെ കൃഷിഭവനുകളുടെ ഡാറ്റാ ബാങ്ക് പുതുക്കുന്നതിനായി കൃഷി വകുപ്പിൽ നിന്നും 2 കോടിയോളം രൂപയും ഈ സർക്കാർ ഏജൻസി കൈപ്പറ്റിയിട്ടുണ്ട്. ISROയുടെ ഇന്ത്യൻ ഡാറ്റാ സൈറ്റുകൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ടായിട്ടും എളുപ്പത്തിനായി വിദേശ കോർപ്പറേറ്റ് കമ്പനിയുടെ സൗജന്യ ഡാറ്റയാണ് ഈ സർക്കാർ സ്ഥാപനം നിയമവിരുദ്ധമായി ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ പകർപ്പവകാശ നിയമം ലംഘിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ഔദ്യോഗിക രേഖകൾ എന്ന തരത്തിൽ അവതരിപ്പിച്ച് കോടതികളെ വരെ തെറ്റിദ്ധരിപ്പിച്ചു പോരുകയാണെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. പകർപ്പവകാശ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന റിപ്പോർട്ടുകൾക്കായി പൊതുജനങ്ങളിൽ നിന്ന് ഫീസ് പിരിക്കുന്നത് ഉടൻ നിർത്തലാക്കണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം. നിയമവിരുദ്ധമായ ഇത്തരം റിപ്പോർട്ടുകൾ ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ പരിഗണിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിർദ്ദേശം നൽകണം. ഗൂഗിൾ കമ്പനി ഇതിനെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങിയാൽ കേരള സർക്കാരിന് ഭീമമായ നഷ്ടപരിഹാര ബാധ്യതയുണ്ടാകുമെന്നും അതിനാൽ നിയമലംഘനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. വിവരാവകാശ രേഖകൾ പ്രകാരം 2016-2017 മുതൽ ഇതുവരെ 51,000-ലധികം അപേക്ഷകരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ളത്.